ഹലോ, നമുക്കൊരു പാണ്ടയെ ഉണ്ടാക്കിയാലോ? അതും വീട്ടിലുണ്ടാക്കിയ ക്ലേ വെച്ച്. ആദ്യം ഇതുപോലെ ഒരു ബോളാക്കി ക്ലേ എടുക്കുക. അതിന് ശേഷം കയ്യിൽ വെച്ചൊന്ന് ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് അതിൻ്റെ അടിവശം ഒന്ന് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. നമുക്ക് സ്പോഞ്ച് വെച്ച് അതിനൊന്ന് ടച്ച് ചെയ്ത് സ്മൂത്താക്കി എടുക്കാം. സ്പോഞ്ച് വെള്ളത്തിൽ മുക്കി പിഴിഞ്ഞതിന് ശേഷം മാത്രമേ ഉപയോഗിക്കാവൂ. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ നമ്മൾ ഒരുപാട് ക്ലേ വെച്ചിട്ടുള്ള ക്രാഫ്റ്റുകൾ ചെയ്തിട്ടുണ്ട്, അതും വീട്ടിലുണ്ടാക്കിയ ക്ലേ വെച്ച്. അപ്പോൾ അതുകൂടി ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. ഇനി നമുക്ക് പാണ്ടയുടെ തലയുണ്ടാക്കിയെടുക്കാം. അതിന് ഇതുപോലെ ക്ലേ ഒരു ബോളാക്കി എടുക്കുക. ശേഷം തള്ളവിരൽ ഉപയോഗിച്ച് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് വായും മൂക്കും വരുന്ന ഭാഗം ഒന്ന് ഉയർന്നു നിൽക്കണം. അതിനായിട്ട് നമുക്ക് ആദ്യം അല്പം വെള്ളം തേച്ചൊന്ന് നനച്ചതിന് ശേഷം ക്ലേ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. ഇനി വെള്ളം ഉപയോഗിച്ചതിനെ ഒന്ന് സ്മൂത്ത് ചെയ്തെടുക്കാം. ഇനി ഇതുപോലെ കുഞ്ഞു ബോളാക്കി എടുത്ത് നമുക്ക് മൂക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ മൂക്കും വെച്ച് കൊടുത്തു. ഇനി നമുക്ക് ചെവി ഉണ്ടാക്കിയെടുക്കാം. അതിന് ഇതുപോലെ 2 ചെറിയ ബോൾസ് ആക്കി എടുക്കുക. ഇനി നമ്മൾ ക്ലേ കൊണ്ട് വർക്ക് ചെയ്യുമ്പോൾ അല്പം വെള്ളം ചേർക്കുന്നത് നന്നായിരിക്കും. അത് ഒട്ടിപ്പിടിച്ചിരിക്കാനൊക്കെ വളരെ സഹായകമാണ്. ഇതുപോലെ വെച്ചതിന് ശേഷം എന്തെങ്കിലും ഒരു ടൂൾ ഉപയോഗിച്ച് അതിനെ തലയോട് ചേർത്ത് വയ്ക്കാം. ഇതുപോലെ മറ്റേ ചെവിയും നമുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ പാണ്ടയുടെ ചെവികളെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തലയെ ശരീരത്തോട് ചേർത്ത് വയ്ക്കാം. അതിന് ഇതുപോലെ വെള്ളം ചേർത്ത് ഒന്ന് നനച്ചതിന് ശേഷം തല നമുക്ക് ഒട്ടിച്ചു വയ്ക്കാം. ഇനി ഇതുപോലെ ക്ലേ എടുത്ത് കഴുത്തിന് ചുറ്റും വെച്ച് ഒന്നുകൂടി സ്ട്രോങ് ആക്കി എടുക്കാം. ഇനി നമുക്ക് കൈകൾ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് കാലുകളും വെച്ച് കൊടുക്കാം. ഇനി ഒരു കുഞ്ഞു വാല് കൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പാണ്ടക്കുട്ടൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നേരത്തെ ചെയ്യേണ്ട ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നു, ഞാനത് ഇടയ്ക്ക് വെച്ച് വിട്ടുപോയി. ഇതുപോലെ ക്ലേ എടുത്ത് നമുക്കതിനൊന്ന് ഹാർട്ട് ഷേപ്പ് ആക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ ഹാർട്ട് ഷേപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതിനെ വെള്ളം ചേർത്തൊന്ന് മിനുസപ്പെടുത്തിയെടുക്കാം. ഇനി ഈ ഹാർട്ടിനെ നമുക്ക് പാണ്ടയുടെ കൈകളിൽ വെച്ച് കൊടുക്കാം.
നമ്മുടെ പാണ്ടക്കുട്ടൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇവനെ നമുക്കൊന്ന് ഉണക്കിയെടുക്കാം. വെയിലത്ത് വെച്ച് ഉണക്കരുത് കേട്ടോ. അപ്പം നമ്മുടെ പാണ്ടക്കുട്ടൻ ഉണങ്ങി സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് കളർ ചെയ്തെടുക്കാം. ഈ കുഞ്ഞു പാണ്ടയെ നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണേ. താങ്ക്